പെസഹ വ്യാഴം സ്നേഹം കരകവിയുന്ന ദിനം. മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനും സ്വന്തം ജീവൻ അനേകർക്ക് വേണ്ടി മോചനദ്രവ്യവുമായി നൽകാനും അത്രേ. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 45-ാം വാക്യം. ഏവർക്കും ഈ സ്നേഹത്തിൻ്റെ കരകവിയുന്ന ദിനത്തിൻ്റെ പെസഹ തിരുനാളിൻ്റെ മംഗളങ്ങൾ പ്രാർത്ഥനയോടെ നേരുന്നു. ഇന്ന് പെസഹ, രക്ഷാകരമായ ഓർമ്മകളുടെ തിരുനാളാണ് പെസഹ. വിശ്വാസത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, സ്വാതന്ത്ര്യത്തിൻ്റെ, രക്ഷയുടെ ആഘോഷം. പെസഹ എന്ന ഹീബ്രു പദത്തിൻ്റെ അർത്ഥം തന്നെ കടന്നുപോകൽ അഥവാ പാസ് ഓവർ എന്നാണ്. രക്ഷ നൽകി കടന്നുപോയ ആ നല്ല ദൈവത്തിൻ്റെ ഓർമ്മ. നമ്മൾ ആഘോഷിക്കുന്ന പെസഹായ്ക്ക് 2 മാനങ്ങളുണ്ട്. ഒന്നാമതായി, പഴയ നിയമ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ ഈജിപ്തിൻ്റെ ക്രൂരമായ അടിമത്തത്തിൽ നിന്ന് യഹോവ ഇസ്രായേൽ ജനത്തെ ഭൗതിക സ്വാതന്ത്ര്യത്തിൻ്റെ തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്തേക്ക് കൈപിടിച്ചു നടത്തിയ ഉജ്ജ്വലമായ പഴയ നിയമ ഓർമ്മ. രണ്ടാമതായി, പുതിയ നിയമ പശ്ചാത്തലത്തിൽ നിന്ന് നോക്കുമ്പോൾ സെഹിയോൻ മാളികയിൽ അന്ത്യാത്താഴ സമയത്ത് ഈശോ തൻ്റെ ശരീരവും രക്തവും അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സാദൃശ്യത്തിൽ പകർന്നു നൽകി മാനവകുലത്തെ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും സ്വർഗീയ സ്വാതന്ത്ര്യത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ പുതിയ നിയമ ഓർമ്മ. അങ്ങനെ പുതിയ നിയമ പെസഹ പഴയ നിയമ പെസഹയുടെ തുടർച്ചയും പൂർത്തീകരണവുമായി മാറി. സ്വർഗത്തിലേക്ക് പോകും മുമ്പ് രക്ഷകൻ എന്തൊക്കെയാണ് നമുക്ക് നൽകിയത്? പ്രധാനമായും അവൻ്റെ വചനം, അവൻ്റെ ശരീരം, അവൻ്റെ പൗരോഹിത്യം, അവൻ്റെ സമാധാനം. ക്രിസ്തുമസ് രാത്രിയിൽ വചനം മാംസം ധരിച്ചെങ്കിൽ ഉയർപ്പിൽ സമാധാനം നൽകപ്പെട്ടു. പെന്തക്കുസ്തായിൽ അവൻ്റെ സഭ രൂപം കൊണ്ടെങ്കിൽ പെസഹായിൽ അവിടുത്തെ ശരീരവും പൗരോഹിത്യവും നൽകപ്പെട്ടു. വചനം മാംസം ധരിക്കാൻ മാതാവ് വേണം. വിശുദ്ധ കുർബാന പരികർമ്മം ചെയ്യുവാൻ അവൻ്റെ പുരോഹിതനും സമാധാനം സ്ഥാപിക്കാൻ അവൻ്റെ സഭയും വേണം. പെസഹ തിരുനാളിൽ ഈശോ നമുക്ക് നൽകിയ ഒന്നാമത്തെ ദാനമാണ് അപ്പമായി നിരന്തരം കൂടെ വസിക്കുന്ന ദിവ്യകാരുണ്യം. രക്ഷകൻ മാനവന് ഒരുക്കിയ അന്ത്യവിരുന്നാണിത്. പിതാവിൻ്റെ മാനവകുലത്തോടുള്ള സ്നേഹമാണ് പുത്രനെ ബലിയാടാക്കിയത്. സ്നേഹിക്കാൻ നഷ്ടങ്ങൾ സഹിക്കണം. ആകാശത്തേക്കാൾ വിശാലവും ആഴിയേക്കാൾ ആഴമേറിയതുമാണ് അവിടുത്തെ സ്നേഹം. ഒരിക്കലും മറക്കാനാവാത്ത ഓർമ്മയായി ഈ ബലി മനുഷ്യഹൃദയങ്ങളിൽ സ്ഥാനം പിടിക്കാനുള്ള കാരണവും മറ്റൊന്നുമല്ല. അവനേക്കാൾ അധികം സ്നേഹിക്കാനും അതിലേറെ പങ്കിടാനും ഒരാൾക്കുമാവില്ല. ഒത്തുകൂടുമ്പോഴൊക്കെ ഓർമ്മിക്കാനും ഓർമ്മിക്കുമ്പോഴൊക്കെ ഒത്തുകൂടാനുള്ളതാണ് അവൻ്റെ തീന്മേശ. ഇത് ഒരേ സമയം ബലിയും വിരുന്നുമാണ്. ക്രിസ്തുവിൻ്റെ സജീവ സ്മരണ പുലർത്തുന്ന ബലികുടീരത്തിലാണ് ഇന്ന് സഭ വിരുന്നൊരുക്കുന്നത്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഓർമ്മിപ്പിക്കുന്നത് പോലെ ദിവ്യകാരുണ്യമില്ലാതെ സഭയില്ല, സഭയില്ലാതെ ദിവ്യകാരുണ്യവുമില്ല. പ്രിയമുള്ളവരെ, ഒരു ചോദ്യം നമ്മൾ ചോദിക്കേണ്ടതുണ്ട്. മനുഷ്യബന്ധങ്ങളിൽ നാം സ്നേഹം കൈമാറുന്നത് എങ്ങനെയാണ്? ഔദ്യോഗിക ബന്ധങ്ങളിൽ ഹലോ, ഹായ് എന്നൊക്കെ പറയും. കുറേ അടുത്ത ബന്ധങ്ങളിൽ പരസ്പരം ചുംബിക്കും, കെട്ടിപ്പിടിക്കും. ആ സ്നേഹം കുറേ കൂടി ഗാഢമാകുമ്പോൾ ചുംബനത്തിൻ്റെ ആഴവും പങ്കുവെപ്പിൻ്റെ പരിസരവുമൊക്കെ അങ്ങ് മാറും. ശരിക്കും ദാമ്പത്യത്തിൽ സംഭവിക്കുന്നത് അതുതന്നെയല്ലേ? ആത്മാവും ശരീരവും പങ്കിടുന്നതിനേക്കാൾ വലിയ സ്നേഹമുണ്ട്. ക്രിസ്തു തൻ്റെ മണവാട്ടിക്ക് പങ്കിട്ടതാണ് അവൻ്റെ ശരീരം. അവൻ്റെ ശരീരം കൂടാതെ അവൾക്ക് ജീവിക്കാനാവില്ല. മനുഷ്യനോടുള്ള അതിരറ്റ സ്നേഹം നിമിത്തം അവിടുന്ന് സ്നേഹിച്ചത് എന്തിനെയാണോ അവൻ അതായിത്തീർന്നു. അതാകാതിരിക്കാൻ അവിടുത്തേക്കാകില്ലായിരുന്നു. കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 13-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ സ്നേഹം എന്തും സഹിക്കുന്നു, അതൊരിക്കലും അവസാനിക്കുന്നില്ല. അവസാനിക്കാത്ത സ്നേഹം പൂർണ്ണമായ രൂപത്തിൽ നമ്മുടെ കൈകളിലെത്തുന്നതാണ് ജീവൻ്റെ അപ്പം. പ്രസിദ്ധ ദൈവശാസ്ത്രജ്ഞനായ കാൾ റാണർ പറയുന്നുണ്ട്, പരിശുദ്ധ കുർബാനയിൽ തൻ്റെ ശരീരവും രക്തവും സ്വീകരിക്കാൻ അനുവദിക്കുന്നതിനേക്കാൾ ആഴമായി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ അവിടത്തേക്ക് കഴിയുമായിരുന്നില്ല. അപ്പത്തിൻ്റെ ഭവനം എന്നർത്ഥമുള്ള ബേത്ലഹമിൽ പിറന്നവൻ അപ്പമായി മാറിയ കഥയുടെ പേരാണ് പെസഹ. പുൽത്തൊട്ടിയെ ബലിത്തറയോടാണ് സഭാപിതാക്കന്മാർ ഉപമിച്ചിരിക്കുന്നത്. വളർത്തുമൃഗങ്ങൾ ആഹാരം കണ്ടെത്തുന്ന പുൽത്തൊട്ടി, ഇതിൽ കിടക്കുന്നത് സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവനുള്ള അപ്പം ഞാനാണ് എന്ന് പറഞ്ഞവനാണ്. അവൻ്റെ ആത്മീയ ആഹാരമാണ് പുൽത്തൊട്ടി. അത് ഭക്ഷിച്ച് നാം ശക്തിയും ബലവും വീണ്ടെടുക്കണം. ഈ തിരിച്ചറിവ് ബെനഡിക്റ്റ് 16-ാമൻ മാർപ്പാപ്പ പങ്കുവയ്ക്കുമ്പോൾ അത് നമ്മെ കുറേ കൂടി വിസ്മയിപ്പിക്കും. ദൈവത്തിൻ്റെ തീന്മേശയിലേക്കാണ് ഓരോ പെസഹായിലെ ബലിയും വിശ്വാസികൾ ഒന്നുചേരുന്നത്. ദൈവത്തെ ഭക്ഷിച്ച് ദൈവ സ്വഭാവത്തിലും ദൈവപ്രകൃതിയിലും വളരേണ്ടവരാണവർ. ആ തീന്മേശയിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുന്നവൻ്റെ നിലപാടും പ്രധാനപ്പെട്ടതാണ്. ഒന്നുകിൽ ആ സ്നേഹത്തെ ഭക്ഷിച്ച് കൂടുതൽ സ്നേഹത്തിൻ്റെ യോഹന്നാനിലേക്ക് വളരണം, അല്ലെങ്കിൽ ആ സ്നേഹത്തെ ഭക്ഷിച്ച് ഒറ്റുകാരനായ യൂദാസിലേക്കും വീഴാം.
പെസഹ തിരുനാളിൽ ഈശോ നൽകിയ രണ്ടാമത്തെ ദാനമാണ് സ്നേഹത്തിൻ്റെ മാതൃകയായ പാദം കഴുകൽ. പ്രിയമുള്ളവരെ, ഈശോയ്ക്ക് അറിയാമായിരുന്നു ആരാണ് വലിയവനെന്ന ചോദ്യമാകും മനുഷ്യബന്ധങ്ങൾക്കിടയിൽ സമാധാനവും യുദ്ധവും മഴയും വേനലും പ്രണയവും നരകവും നിർണയിക്കുക എന്നത്. അതുകൊണ്ട് അവൻ പറഞ്ഞു, ശുശ്രൂഷകനാണ് വലിയവൻ, ദാസനാണ് ഒന്നാമൻ. അങ്ങനെ ദൈവം തന്നെ തൻ്റെ സൃഷ്ടിയുടെ പാദങ്ങൾ കഴുകാൻ ഭൂമിയിലേക്ക് താണിറങ്ങി വന്നു. ഈശോ പഠിപ്പിച്ച ശൂന്യവൽക്കരണത്തിൻ്റെ അഗാധമായ പാഠം. അങ്ങനെ ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സ്നേഹത്തിൻ്റെയും ശുശ്രൂഷാ മനോഭാവത്തിൻ്റെയും മാതൃക സെഹിയോനിൽ നമ്മൾ കണ്ടു. സ്വാമി വിവേകാനന്ദനാണ് ക്രിസ്തുവിൻ്റെ ഈ സ്നേഹത്തിൻ്റെ മുമ്പിൽ വിസ്മയത്തോടെ നിലനിന്ന നമുക്ക് പരിചിതനായ ഒരു വ്യക്തി. 2000 വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയതിനെക്കുറിച്ചുള്ള പരാമർശം വിവേകാനന്ദൻ്റെ കുറിപ്പിലുണ്ട്. അന്ന് ഞാൻ ജീവിച്ചിരുന്നെങ്കിൽ കണ്ണീരുകൊണ്ടല്ല, എൻ്റെ ഹൃദയം രക്തം കൊണ്ട് ഞാൻ ആ ഗുരുവിൻ്റെ പാദങ്ങൾ കഴുകുമായിരുന്നുവെന്ന് വിവേകാനന്ദൻ പറഞ്ഞു വെച്ചു. മഹാത്മാഗാന്ധി തൻ്റെ ഗംഭീരമായ അഹിംസയുടെ ബാലപാഠങ്ങളെ സ്വരൂപിച്ചത് ഈ അഗാധമായ എളിമയുടെ മുമ്പിലായിരുന്നു എന്ന് ഗാന്ധി പറഞ്ഞിട്ടുണ്ട്. ചെറുതാകലിൻ്റെ സുവിശേഷം തൻ്റെ ശിഷ്യരുമായി ഗുരു പങ്കുവയ്ക്കുന്നത് ഇപ്രകാരമാണ്: നിൻ്റെ കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം. ഈ ഒരു മനോഭാവമുള്ളവന് മാത്രമേ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനുള്ള യോഗ്യതയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. പെസഹ തിരുനാളിൽ ഈശോ നൽകിയ മൂന്നാമത്തെ ദാനമാണ് ക്രിസ്തുവിൻ്റെ പൗരോഹിത്യം. ഭൂമിയിലെ കൃപാവരത്തിൻ്റെ ബലിപീഠമായ അൾത്താരയിൽ ശുശ്രൂഷ ചെയ്യേണ്ട പൗരോഹിത്യം. പുരോഹിതൻ ബലിപീഠത്തിൽ നിന്നും അകലുമ്പോൾ ജനം ദൈവത്തിൽ നിന്നും അകലുന്നു. അതുകൊണ്ട് പുരോഹിതർക്കായി ഏറെ പ്രാർത്ഥിക്കേണ്ട ദിനമാണ് പെസഹ. ഒരൊറ്റ തിരഞ്ഞെടുപ്പേ പുരോഹിതൻ്റെ മുമ്പിലുള്ളൂ: ദുർബലനായ ശിമിയോനിൽ നിന്നും ധീരനായ പത്രോസിലേക്കുള്ള വളർച്ച, ക്രിസ്തു നിലപാടിൻ്റെ നേർവഴിയിൽ എത്തുക. അതേസമയം തന്നെ നമുക്കറിയാം, ഇടയനെ അടിച്ചാൽ ആടുകൾ ചിതറുമെന്ന്. അറിയാവുന്ന നാരകീയ ശക്തികൾ പൗരോഹിത്യത്തെ തകർക്കാനും ഈ വിശുദ്ധ ബിംബത്തിന് കളങ്കം ചാർത്താനും പടയോട്ടം നടത്തുന്ന ഈ കാലത്ത് അജഗണം ഇടയനെ ഹൃദയത്തോട് ചേർത്ത് നിർത്തണം. കാരണം ദൈവത്തിൻ്റെ തീന്മേശയൊരുക്കാൻ ദൈവം തിരഞ്ഞെടുത്തതല്ലേ പുരോഹിതരെ. അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ മഹത്തായ സ്നേഹത്തിൻ്റെ അതുല്യമായ ത്യാഗത്തിൻ്റെ അമൂല്യമായ ഓർമ്മയുടെ പേരാണ് വിശുദ്ധ കുർബാന. ഈ ഓർമ്മ നിരന്തരം കൃതജ്ഞതയോടെ ആഘോഷിക്കുന്ന ജീവിതധർമ്മത്തിൻ്റെ ആത്മീയ ഉത്തരവാദിത്വത്തിൻ്റെ പേരാണ് വിശുദ്ധ പൗരോഹിത്യം. സ്നേഹത്തിൻ്റെ ശുശ്രൂഷയുടെയും പ്രതീകമാണ് പാദം കഴുകൽ. വിശുദ്ധ കുർബാനയും വിശുദ്ധ പൗരോഹിത്യവും പാദം കഴുകൽ ശുശ്രൂഷയും ഈ ലോകത്തെയും നമ്മുടെ ജീവിതങ്ങളെയും സ്നേഹത്തിലേക്ക് നിരന്തരം നയിക്കട്ടെ, നവീകരിക്കട്ടെ, വിശുദ്ധീകരിക്കട്ടെ. ഒരു കവിതയിലെ വരികൾ ഇപ്രകാരമാണ്: ഓർമ്മയാകാനല്ല നിന്നിൽ ആഴമായി ഓളമായി ഒഴുകാൻ, ഒരു നേരമല്ല ഒരായുസ് മുഴുവൻ, ഇത് നിനക്കായി ഇനിയും നിനക്കായി. ഓരോ പെസഹയും സ്നേഹത്തിൻ്റെ ജീവിതചര്യയായി പരിണമിക്കട്ടെ. ആമേൻ.